ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാനൊരു തട്ടുകട സ്പെഷ്യൽ ഡബിൾ എഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് തട്ടുകടയിലൊക്കെ ഉള്ളതാണ്. അത് പ്രത്യേകിച്ച് ഈ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ഡബിൾ എഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഡബിൾ എഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് പുഴുങ്ങിയ മുട്ടയാണ്, ഇത് ബോയിൽഡ് എഗ്ഗാണ് ഒന്ന്. മറ്റൊന്ന് സാധാരണ മുട്ട. അത് നമ്മളൊന്ന് ഒരു പാത്രത്തിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുട്ട ഇതിനകത്തോട്ട് ഒഴിച്ച് ഞാൻ നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടങ്ങ് ബീറ്റ് ചെയ്യുവാണ്. നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ഈ തട്ടുകടയുടെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറയണത് നല്ലതുപോലെ അടിക്കും, മുട്ട നല്ലതുപോലെ അടിക്കും. അപ്പം അത് സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് നല്ലതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ, നമ്മൾ പെപ്പർ പൗഡർ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പുഴുങ്ങിയ മുട്ട, ഇത് നല്ലതുപോലെ നമ്മൾ ചോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടോ, ഇതുപോലെ ഞാൻ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി ചെറുതായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അരിയാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 2 മുട്ടയും ഇവിടെ റെഡിയായി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഒരു ഫ്രൈങ് പാനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ദോശപ്പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഒരു പരന്ന പാത്രം. അത് നിങ്ങൾക്ക് നല്ല ദോശക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സാധാ ദോശക്കല്ലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഇതിന്. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മളിപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഞാൻ ഇതിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ചേർക്കാൻ പോകുന്നത് ഒരു പച്ചമുളക്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഒരു പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞത് ചേർത്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു 1.5 പിടി, എൻ്റെ കൈക്കുള്ള 1.5 പിടി സവോള. ഇപ്പോൾ സവോള നിങ്ങൾക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, ഈ മുട്ടയ്ക്കകത്ത് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 പിടി സവോളയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇളക്കി കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഒരു കൂട്ടിന് വേണ്ടുന്ന ഉപ്പ് മാത്രം. ഞാനിവിടെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഇടാൻ പോകുന്നത് നമ്മുടെ പുഴുങ്ങിയ മുട്ട നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ, അത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് കേട്ടോ. ഇതൊരിക്കലും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഇത് നമ്മൾ ഈ തട്ടുകട ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചെന്നാൽ ഇതിനകത്തോട്ട് ചിക്കൻ മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഗരം മസാലയല്ല, ചിക്കൻ മസാലപ്പൊടി ഇതിൻ്റെ മേലെ ഞാനൊന്ന് തൂവി കൊടുക്കുകയാണ്. അതായത് 2-3 പിഞ്ച് ആണ് ചേർക്കുന്നത്. ഇതാണ് സത്യത്തിൽ ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ആവശ്യത്തിനുള്ള പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ 2 മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി അങ്ങ് തൂത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ. എന്നിട്ടിത് ഞാൻ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ ചിക്കൻ മസാലപ്പൊടിയാണ് ഇതിനകത്ത് ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ പോയി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതാണ് അവരത് നോർമലി അങ്ങ് പച്ചയായിട്ട് അങ്ങ് ഇടുവാണ് മസാലപ്പൊടി. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു അത് കഴിക്കാൻ. ഇനിയിപ്പോൾ ഇത് കഴിക്കണോ, ഇങ്ങനെ ഒരു മസാലപ്പൊടി ഇങ്ങനെ ഇടണത് ഇഷ്ടമല്ല, അത് എങ്ങനെയും അങ്ങനെ കഴിക്കാമെന്നുള്ളവർ അത് കഴിക്കേണ്ട, അതിന് പകരം പെപ്പർ പൗഡർ ഇട്ടാൽ മതി. പക്ഷേ ഞങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി ഈ ഒരു ചിക്കൻ മസാലപ്പൊടി ചേർക്കുമ്പം. ഇനി ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, ഒന്ന് ഇളക്കി കൊടുത്തേ ഉള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ലൊരു മസാല ഫ്ലേവറോട് കൂടി തന്നെയാണ് വന്നിരിക്കണേ. ഇപ്പം തന്നെ നല്ല മണമാണ് ഇവിടെ.
ഇനി ഇതാ ഞാൻ അതേ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതിങ്ങിവിടെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതപ്പം എത്രത്തോളം നിങ്ങൾക്കതൊരു ദോശ പരുവത്തിന് ഇങ്ങനെ വട്ടത്തിലെടുക്കാൻ പറ്റുമെന്നോ അത്രയും നല്ലതാണ്. അങ്ങനെ ഒരു പാങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു എന്താ പറയുക അങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ വലിയ എക്സ്പീരിയൻസ്ഡ് ഒന്നും അല്ല ഇതുപോലെ ഇങ്ങനെ മുട്ടയൊക്കെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ മുട്ട ഒരു ദോശ വലുപ്പത്തിലേക്കൊക്കെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതാക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസാണ് എനിക്ക് കിട്ടിയത് ഞാൻ എടുത്ത മുട്ടയ്ക്ക്. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്കോട്ട് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന മസാലയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ടയുടെ മസാല ഇതിൻ്റെ നടുക്കോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് 4 പാടും ഒന്ന് മടക്കിയെടുക്കുകയാണ്. അത് മടക്കിയെടുക്കണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നാ പറയുക നിങ്ങൾക്ക് പറ്റുന്ന പോലെ അങ്ങ് മടക്കിയെടുത്താൽ മതി. പക്ഷേ ഇതിന് മുന്നേ ഞാൻ കുറച്ചും കൂടെ മസാലപ്പൊടി, അതായത് ചിക്കൻ മസാലപ്പൊടി കുറച്ചും കൂടെ ഞാൻ തൂവി കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഒഴിച്ചിരിക്കുന്നത് പ്ലെയിൻ മുട്ടയല്ലേ, അതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഞാനൊന്ന് തൂവി കൊടുക്കുകയാണ് നമ്മുടെ ഇഷ്ടത്തിന്. ഇത് ഒത്തിരി സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊരു എന്താ പറയുക വലിയ ആൾക്കാർക്കൊക്കെ നല്ലൊരു കട്ടൻ കാപ്പിയോ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഞാൻ മടക്കിയെടുക്കാൻ നോക്കുക. മടക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറ്റിയത്. ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പം 1 മുട്ട എന്നുള്ളത് 2 മുട്ടയൊക്കെ ആക്കി എടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചെന്ന കുറച്ചും കൂടെ വലുപ്പത്തിൽ വരും. ഞാനിവിടെ 1 മുട്ടയിൽ എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രേ എനിക്ക് സൈസ് കിട്ടുന്നുള്ളൂ, ഇത്രയും വട്ടേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ തട്ടുകട സ്പെഷ്യൽ ഡബിൾ എഗ് റെഡിയാണ്. ഞാൻ ഇനി ഇതിൻ്റെ മേലക്കൂടെ കുറച്ചും കൂടെ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ചിക്കൻ മസാല പൗഡറും മേലൊന്ന് തൂവിക്കൊടുക്കണുണ്ട്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ തട്ടുകട ഡബിൾ എഗ് റെഡിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങളൊരു കട്ടൻ കാപ്പിയുടെയും കട്ടൻ ചായയുടെ കൂടെ കഴിക്കണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരാം. അൻറ്റിൽ ദെൻ ബൈ.